നമസ്കാരം, സ്വാഗതം. ഞങ്ങളിങ്ങനെ ഒരു ബ്രെഡ് കവറിനകത്തുള്ള ബ്രെഡുകളെ പോലെ ഇരിക്കുന്ന ഇത്രയും പേര് ഞങ്ങൾ വിശേഷം എന്നുള്ള സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. വിശേഷം സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് SK ഹോട്ട്സ്പോട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തായാലും നമ്മുടെ കൂടെ ഒരു മൂലയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിനിമയുടെ നായകനും സംഗീത സംവിധായകനുമായ ആനന്ദ് മധുസൂദനൻ നമ്മുടെ കൂടെയുണ്ട്. തിരക്കഥാകൃത്തും അതെ ജസ്റ്റ് ഒന്ന് വിട്ടുപോയി. അപ്പോൾ എന്തായാലും സംവിധായകൻ സൂരജ് ടോമുണ്ട് നമ്മുടെ കൂടെ. സിനിമ എല്ലാ നാടുകളിലേക്കും എന്താ പറയുക, ഇങ്ങനെ സിനിമ കാണൂ എന്നുള്ള കാര്യങ്ങൾ എത്തിക്കുന്ന, സിനിമയെക്കുറിച്ച് എല്ലാവരെയും അറിയിക്കുന്ന സംഗീത ജനചന്ദ്രൻ നമ്മുടെ കൂടെയുണ്ട്. ഒപ്പം തന്നെ സിനിമയുടെ നായിക ചിന്നു ചാന്ദിനി നമ്മുടെ കൂടെയുണ്ട്. പിന്നെ അപ്പുറത്ത് പാട്ട് പാടി ഹിറ്റാക്കിയിരിക്കുന്ന പുണ്യുണ്ട് നമ്മുടെ കൂടെ. തൊട്ടപ്പുറത്ത് ഭരത് സജികുമാറുണ്ട്, പാട്ടുകാരനാണ്. ഈ സിനിമയിലും കലക്കം പാട്ട് പാടിയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യം കൊണ്ട് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. രക്ഷയില്ല ഒരു രക്ഷയില്ല. അപ്പോൾ ഇങ്ങോട്ടേക്കാം തുടങ്ങിയാലോ? 3, 2, 1. എന്നാ ഉണ്ട് വിശേഷം? എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ നമ്മുടെ വൈബ് ഇതാണ്. ഒരു മൂലം തുടങ്ങിക്കോളൂ, എന്നാ ഉണ്ട് വിശേഷം എന്നുള്ളത്. വിശേഷം നല്ലത് തന്നെ. വിശേഷമാണ് ഞങ്ങളുടെയൊക്കെ വിശേഷം. അതിഗംഭീരമായ നല്ല റിപ്പോർട്ടുകൾ, അതിനെക്കാട്ടും ഉപരി വൈകാരികമായ റിപ്പോർട്ടുകൾ, നമുക്ക് മനസ്സ് തട്ടി ആൾക്കാർ പറയുന്ന മെസ്സേജും കോളും. പിന്നെ നമ്മൾ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് ആൾക്കാർ വർത്താനം പറയുന്നത്. അപ്പോൾ അത്രമേൽ നമ്മുടെ സിനിമയെ ഇഷ്ടപ്പെടുന്നു ആളുകൾ എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള വിശേഷം അല്ലേ? അതെ അത് തന്നെ. ഇപ്പം ആര് കണ്ടാലും ഇതേ ചോദിക്കാനുള്ളൂ, എന്താണ് വിശേഷം എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറി എന്നുള്ളതാണ് അല്ലേ? നമ്മൾ എന്ത് ഉത്തരം പറയുന്നുള്ളതാണ് ഞങ്ങൾ സത്യം. ഇനിയിപ്പോൾ എന്തൊരു വിശേഷം വിശേഷം കഴിഞ്ഞു, അപ്പോൾ അത് ഇപ്പോൾ വിശേഷം നമ്മുടെ തൊട്ടടുത്ത തിയേറ്ററിലുണ്ട്. എല്ലാവരും പോയി കാണുക, ഫാമിലി ആയിട്ട് ഒന്ന് കാണുക, കൂട്ടുകാരെ കൂട്ടിക്കൊന്ന് കാണുക. സൂപ്പർ. സംഘബലം കാണിക്കുക, സംഘടിതമായി വിജയിപ്പിക്കുക. ചിന്നു, എന്താണ് വിശേഷങ്ങൾ? ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ സിനിമയായിട്ട് വിശേഷം റിലീസായതിനു ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ വിശേഷമായോ എന്നുള്ള ചോദ്യം ഇവിടെ വെച്ച് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ടത് ഈ വിശേഷമായോ എന്നുള്ള ചോദ്യം കേട്ട് മടുത്ത് അങ്ങനത്തെ ഒരു കഥയിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നതും അതാണ് സിനിമയുടെ ഒരു ഭാഗം സംസാരിക്കുന്നതും. അപ്പോൾ അത് ആൾക്കാർക്ക് കണക്റ്റ് ആവുന്നുണ്ട്. കാരണം അത് നമ്മുടെ സിനിമ പറയുന്ന വിശേഷമായില്ലേ എന്ന് പറയുന്നത് ഒരു സൈഡിലുണ്ടെങ്കിൽ പോലും ആ ചോദ്യം അതെന്താണോ മീൻ ചെയ്യുന്നത് അതെല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത് കണക്റ്റ് ആവുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. പിന്നെ ഈ പറയുന്ന ഒരുപാട് പേര് സ്നേഹവും അവരുടെ വിഷമവും അവരുടെ എന്താ പറയുക, അവരുടെ അത്ര പേഴ്സണലായിട്ടുള്ള സ്റ്റോറീസൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു ഹൈ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഓക്കെ, പുണ്യ ചേച്ചി. നല്ല വിശേഷം. സത്യത്തിൽ എൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ സോളോ ഡുവറ്റ് ഞാനും ഭരത്തുമായിട്ടുള്ള ആദ്യത്തെ പാട്ടാണ്. അപ്പം ഈ പാട്ട് ഇപ്പം വിശേഷം എന്ന് പറഞ്ഞ മൂവിയിൽ ഈ പാട്ട് വന്നതിന് ശേഷം ഒരുപാട് പേര് നല്ല കമൻസും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വിശേഷം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ സിനിമയെ നന്നായിട്ട് പോകുന്ന എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്, അത് തന്നെ വലിയ സന്തോഷം. അയ്യോ, ഈ പറഞ്ഞ പോലെ തന്നെ ഈ വിശേഷമാണ് നമ്മുടെ എല്ലാവരുടെയും വിശേഷം കുറേ നേരം പറഞ്ഞു. പിന്നെന്താ, നമുക്ക് ഈ മൂവിയുടെ സോങ്ങിലൂടെ ഒരു ഭാഗമാകാൻ പറ്റിയത് ഏറ്റവും വലിയ വിശേഷം. എനിക്ക് തോന്നുന്നു വിശേഷത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിശേഷം പറഞ്ഞിരിക്കുന്ന ആള് സംഗീതമാണെന്ന് തോന്നുന്നല്ലേ? ഞാൻ ആക്ച്വലി സിനിമ ഇറങ്ങുന്നതിന്റെ തലേ ദിവസം വിശേഷമായി എന്ന് സ്റ്റോറി ഇട്ടു. ഒരുപാട് പേര് എന്നെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. അതായത് കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. ബിക്കോസ് ഐ റിമെമ്പർ ഞങ്ങൾ വേറൊരു പടത്തിന് ഇതുപോലെ ഞാൻ വർക്ക് ചെയ്തൊരു സിനിമയായിരുന്നു, വണ്ടർ വിമൻ എന്ന് പറഞ്ഞൊരു സിനിമ. അതിൽ നമ്മളെല്ലാവരും പ്രഗ്നൻസി അനൗൺസ്മെന്റ് പോസ്റ്റ് ചെയ്തിട്ടാണ് ആ പടം ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇപ്പം ഞാൻ എന്ത് ചെയ്താലും ശരിക്കും ആൾക്കാർ വിശ്വസിക്കാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ബിക്കോസ് ഫസ്റ്റ് ടൈം വെൻ വി പോസ്റ്റഡ് ദാറ്റ് ഡേ അല്ലേ, അത് ഭയങ്കര ബസ്സായി. പാർവതി ഞങ്ങളൊക്കെ പിന്നെ കിട്ടുന്ന വലിയ അമ്മമാർ ആ ഒരു ജനറേഷൻ പോയി വിളി വരാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണോ ഇതാണോ നിങ്ങളുടെ മാർക്കറ്റിംഗ്? അപ്പോൾ ഞാൻ വിശേഷമായെന്ന് സ്റ്റോറി ഇട്ടപ്പോൾ ജെനുവിൻലി സന്തോഷിച്ച കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞു, എൻ്റെ ചിലവിൽ ഞാൻ നിങ്ങളെയൊക്കെ സിനിമ കാണിക്കാം. അതാണ് പ്രധാനപ്പെട്ട വിശേഷം. ഞങ്ങളെ വിശേഷത്തിനെ ഞങ്ങളുടെ കുഞ്ഞത്ഭുതം എന്നാണ് വിളിക്കുന്നത്. അത് ഞങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ ഞങ്ങളുടെ വിശേഷം, ചെറിയ വിശേഷം ഇപ്പോൾ മലയാളത്തിൻ്റെ വലിയ വിശേഷമായി. അത് ഒരുപാട് സന്തോഷം. ബിക്കോസ് നന്മയുള്ള ഒരുപാട് സിനിമകൾ ഇനിയും ഉണ്ടാവണമെന്ന് ജെനുവിൻലി ഐ വിഷ് ആൻഡ് ഐ എം വെരി പ്രൗഡ് ടു ബി
എ പാർട്ട് ഓഫ് ദിസ് ഫിലിം ആൻഡ് റിയലി പ്രൗഡ് ഓഫ് ദിസ് ടീം. അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മൾ വിശേഷം ഇങ്ങനെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോ വാക്ക് വിശേഷം എന്നുള്ള സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ വാക്കുകളായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത്? ഇപ്പോൾ സംവിധായകനിൽ നിന്ന് തുടങ്ങാം. അത് കേട്ടപ്പോ തന്നെ ഒരാളോ എനിക്ക് പറ്റില്ല, മൈക്ക് ഞാൻ കൈമാറുകയാണ്. പുണ്യാണോ? പുണ്യം മൈക്ക് കൊടുത്തിട്ട് ഇല്ല ഇല്ല എനിക്കിത് വേണ്ടത്, ഞാൻ പാടാൻ മാത്രം മൈക്ക് എടുക്കാറുള്ളൂ. ഒരു വാക്ക്, ഒറ്റ വാക്ക്. സോറി, 2 വാക്ക് പറഞ്ഞു. അങ്ങനെ 2 വാക്ക്. സംവിധായകൻ നമ്മളോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നു. മലയാളത്തിന്റെ കുഞ്ഞത്ഭുതം. അടിപൊളി. അടുത്തത് സ്നേഹം. സ്നേഹം. സംഗീത. സ്നേഹമാണ് വിശേഷം. ആക്ച്വലി ആനന്ദ് സ്നേഹം എന്ന് പറഞ്ഞതിൻ്റെ കൊണ്ട് ഞാൻ വേറൊരു വാക്ക് പറയാം, പ്രതീക്ഷ. പ്രതീക്ഷ. അല്ല അതല്ല, ഇതെന്ത് തരത്തിലുള്ള ഗെയിമാണെന്നത് തീരുന്നില്ലല്ലോ. കുഞ്ഞത്ഭുതം. അടിപൊളി. അടുത്ത് അത്ഭുതം. അത്ഭുതം. അവിടെ സ്നേഹം പറഞ്ഞില്ലേ, സന്തോഷം. എല്ലാവർക്കും ഓരോരോ വാക്കുകളല്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം നമ്മളെല്ലാവരും ഈ സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ എല്ലാവരുടെയും ഈ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, അത് നമുക്കിപ്പം വേറൊരു മാർഗ്ഗമാണല്ലോ ഇതിൻ്റെ പ്രൊമോഷൻ. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്നചേച്ചിയുടെ പോസ്റ്റ് എടുത്ത് നോക്കുന്നു, ഇൻസ്റ്റഗ്രാം പേജ് എടുത്ത് നോക്കുന്നു. അപ്പം നമ്മൾ കണ്ടൊരു കാര്യം, ഓൾറെഡി അതിനകത്ത് ബയോ കുറച്ച് നമ്മളെല്ലാവരും ഫേമസ് ആയി, എൻ്റെ ഷോർട്സ് ഒക്കെ കണ്ടു. അതോടൊപ്പം തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ DM ഫോർ ഫ്രീ അഡ്വൈസ് എന്നൊക്കെ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കിരൺ, ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല. അതെ. അപ്പൊ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിന്ന ചേച്ചിയുടെ വക ഞങ്ങൾക്കൊരു ഫ്രീ അഡ്വൈസ് തരണേ. ഞങ്ങൾ പാവപ്പെട്ടവരാണ്, 3 അഡ്വൈസ് തരണേ. ഇങ്ങനെ നടന്ന ആരുടെ അഡ്വൈസ് ചോദിക്കരുത്. എനിക്ക് നിങ്ങൾക്ക് തരാനാണ് ഞാൻ ചോദിക്കാണ്ടിരുന്നത്. കണ്ടില്ലേ? പറയൂ പ്ലീസ്. ഇതാണ് എൻ്റെ അഡ്വൈസ്. ഇങ്ങനെ പോയി ആരുടെ അടുത്ത് നിന്ന് ചോദിക്കരുത്. സേതു സാർ അല്ലെങ്കിലും ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്. അല്ല, എത്ര പെട്ടെന്ന് തേച്ചു നോക്കി. ശരി. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ, ഈ സിനിമ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അതായത് എന്താ പറയുക, നമ്മളിപ്പോൾ തുടക്കത്തിൽ ഒരു പെണ്ണ് കാണൽ മുതൽ നമ്മൾ അങ്ങോട്ട് കഥ പറഞ്ഞു പോവാണ്. അപ്പോൾ സാധാരണ കല്യാണം എന്നുള്ള കാര്യത്തിനൊക്കെ ഒരുപാട് ലെയേഴ്സ് ഇപ്പോൾ നാട്ടിൽ വരുന്നുണ്ട്. എങ്ങനെ പെണ്ണ് കാണണം, എങ്ങനെ വേണം കല്യാണം കഴിക്കാൻ. ശരിക്കും നിങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ, അതായത് ഇപ്പോൾ ഇതിനകത്ത് കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ടാവുമല്ലോ, ശരിക്കും കല്യാണം കഴിച്ചവരോട് കൊടുക്കാനുള്ള കുറച്ച് ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അറിയേണ്ടത്. അതായത് ഈ പറയുന്ന പോലെ ഒരുപാട് ലേയേഴ്സ് ഓഫ് പരിപാടികളുണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. കല്യാണത്തിൻ്റെ ചെലവുകളും കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കുറെ ചിന്തകളും. അപ്പോൾ കല്യാണം കഴിച്ച സ്ഥിതിക്ക് എന്താണ് കല്യാണം കഴിച്ചവരോട് പറയാനുള്ളത്? അതെ, ഞങ്ങൾ സിംഗിൾസ് ആണ്, ഞാനും ബ്രോ. അല്ലേ ബ്രോ? ഈ സൈഡ് അതെ, നമുക്ക് അപ്പോൾ ഞങ്ങൾ 5 പേര് അല്ല, ഞങ്ങൾ 6 പേര് സേഫ്. അപ്പൊ ഇങ്ങോട്ടാണ്, ഈ സൈഡാണ് അല്ലേ? അല്ലല്ല, പറഞ്ഞു. കല്യാണം കഴിച്ചവർക്ക് അത്യാവശ്യം പരസ്പര ബഹുമാനമൊക്കെ ആവാം, കുഴപ്പമില്ല. എനിക്ക് ഒന്നാമത് ഈ ഉപദേശം ഭയങ്കര ബോറായിട്ടുള്ളൊരു പരിപാടിയാണ് തോന്നുന്നത്. അവനവൻ്റെ ജീവിതം അവനവൻ ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിയും സ്പേസും ആണ്. അതെ, നമ്മളതിൻ്റെ എനിക്ക് ഒരു അഭിപ്രായം പറയാനില്ല. അവനവൻ്റെ ജീവിതം അവനവൻ്റെതാണ്. തീർച്ചയായിട്ടും. എന്താണ് സംഗീതം, എന്താ പറയും? സംഗീതം വളരെ സീരിയസ് ആയിട്ട് എന്തോ ചിന്തിച്ചു അതിൻ്റെ ഇടയ്ക്ക്. എനിക്ക് ഈ FM ആയതുകൊണ്ട് ഇടയ്ക്ക് ട്യൂണിങ് കറക്റ്റ് തന്നെ റിലേ കറക്റ്റായിട്ട് കിട്ടി. ഇല്ല, അത് ഇപ്പോൾ പല രീതിയിലുമാണ് നമ്മളെല്ലാവരും ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റിലേഷൻഷിപ്സ്. എല്ലാവരുടെയും ഐഡിയാസ് ഓഫ് ലവ്, ഫാമിലി എല്ലാം ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഐ എം എ സിംഗിൾ മദർ. അപ്പോൾ ദ വേ ഐ ലുക്ക് അറ്റ് ലൈഫ്, ലവ്, റിലേഷൻഷിപ്സ്, ഫാമിലി, എവറിഥിങ് ഇസ് ഡിഫറെൻറ്റ്. അത് ഒരിക്കലും വേറൊരാളുടെ എൻ്റെ ശരി നിങ്ങളുടെ ശരിയാവണമെന്ന് ഞാൻ പറയുന്നിടത്താണ് പ്രോബ്ലം. അത്രയേ ഉള്ളൂ. ബിക്കോസ് അതെ, അതായത് ഇപ്പോൾ ചിന്നുവിനൊരു സെയിം സാധനത്തിനെ പറ്റി വേറൊരു അപ്രോച്ച് ആയിരിക്കും ഉണ്ടാവുന്നത്, എനിക്ക് വേറൊരു അപ്രോച്ചാണ്. അതിൽ ഞാൻ ശരി, ചിന്നു തെറ്റ് എന്നാവുന്നില്ല. വി ആർ ജസ്റ്റ് ഡിഫറെൻറ്റ്. ആൻഡ് ആ റെസ്പെക്ട്ഫുള്ളി കോ എക്സിസ്റ്റിംഗ് എന്നുള്ളൊരു സ്പേസിലേക്ക്, റെസ്പെക്ട്ഫുള്ളി ഡിസഗ്രീയിങ് എന്നുള്ള സ്പേസിലേക്ക് എത്തുക. ഡിസഗ്രീമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, മനുഷ്യന്മാരല്ലേ, എല്ലാവരും എപ്പോഴും ഒരേ രീതിയിൽ ചിന്തിച്ചോളണമെന്നില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഒരു റെസ്പെക്റ്റ് എന്നുള്ള ആ തിൻ ലൈൻ ഓഫ് റെസ്പെക്റ്റ്, പേഴ്സണൽ ബൗണ്ടറീസ് റെസ്പെക്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർക്ക് കുറച്ച് എവിടെയോ ഒരു കുറവുണ്ടോ എന്ന് തോന്നാറുണ്ട്. ബിക്കോസ് ഐ തിങ്ക് ദ ഫസ്റ്റ് തിങ് പീപ്പിൾ ആസ്ക്, എത്രയോ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. അതായത് ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാം, എന്താണ് ഹൗ യു ഫീലിംഗ് എന്ന് ചോദിക്കാം. പക്ഷേ ഇമ്മീഡിയറ്റ് ക്വസ്റ്റ്യൻ ഈസ്, അയ്യോ ക്ഷീണിച്ചു പോയല്ലോ, അല്ലെങ്കിൽ വണ്ണം വെച്ചല്ലോ, അടുത്ത പ്രോജക്റ്റ് എന്താണ്? അപ്പം നമുക്കത് അറിയുമെങ്കിൽ നമ്മളിങ്ങനെ നടക്കുന്നുണ്ടാവില്ല ചിലപ്പം. അപ്പം നമ്മളെ എന്തായിരിക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ അവർ വന്നിട്ട്
നമ്മളെ എയറിലാണ്, ഞാനാണെങ്കിൽ സ്പേസിലാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സ്പേസിൽ നമ്മൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ആൾക്കാർ റിയലൈസ് ചെയ്യുന്നില്ല. അവർ ചിലപ്പോൾ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ബേസിസിലായിരിക്കും അത് ചെയ്യുന്നത്. ഇൻറ്റൻഷനലി ഹാം മീൻ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ദർ ആർ സം പീപ്പിൾ ഹു ഫൈൻഡ് ജോയ് ഇൻ ക്രോസിങ് ദ ലൈൻ ഓൾസോ. ദേ ജസ്റ്റ് ലൈക്ക് ടു ആസ്ക് യു ദാറ്റ്. അത്രയേ ഉള്ളൂ. അതെപ്പോഴും അങ്ങനെ ഉണ്ടാവും. ഇപ്പം എന്നോട് റീസെൻ്റ്ലി ഐ വാസ് അറ്റ് എ ഫാമിലി ഫംഗ്ഷൻ ആൻഡ് സംബഡി ടോൾഡ് മൈ പേരൻസ് എന്തുണ്ടായിട്ട് എന്താ. That is the thing. അതായത് they are not worried about what I have achieved as a person. My entire existence is reduced to my relationship status. അല്ലാതെ മാത്രമല്ല അത് ആ ചോദ്യത്തിനെ അതിങ്ങനെ തുറന്നിട്ടേക്കാണല്ലോ, എന്തിനു വേണമെങ്കിലും അത് ടച്ച് ചെയ്യാം. അതെ, കാരണം പണ്ട് അതായത് നമുക്കൊക്കെ കുറേ അൺലേണിംഗ് സംഭവിച്ചിട്ടുണ്ട്. സിനിമയിൽ വന്ന ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി ലൈക്ക് വി ഓൾ ഹാവ് ബിക്കം ഫ്രണ്ട്സ് വർക്കിംഗ് ടുഗെദർ. ദാറ്റ് ഇസ് എ ബ്യൂട്ടി ഓഫ് ദിസ് ഫിലിം. അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഭയങ്കര ഫ്ലോട്ടിംഗ് ക്രൗഡാണല്ലോ സിനിമയിൽ. ഒരു 3-4 മാസം ഒരുമിച്ച് ഉണ്ടാവുന്നു. എവിടെയും നമുക്ക് റൂട്ട്സ് ഗ്രോ ചെയ്യാനുള്ളൊരു സമയമോ സ്ഥലമോ അതിനുള്ള ഒരു എൻവയോൺമെൻറ്റോ കിട്ടാറില്ല. പക്ഷേ ഈ ടീം അങ്ങനെയല്ല. ദർ ഇസ് എ സെൻസ് ഓഫ് നേർച്ചറിങ്. ആ ഗ്രോയിങ് ടുഗെദർ ഉണ്ട്. അൺലേണിങ് സംഭവിക്കുന്നുണ്ട് ലേണിങ്ങിനേക്കാളും കൂടുതൽ. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മളെപ്പോഴും ഓപ്പൺനെസ് കീപ്പ് ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു ത്രഷോൾഡ് ആയിരിക്കില്ല സൂരജിൻ്റെ, അതുപോലെ ആയിരിക്കില്ല ആനന്ദിൻ്റെ. ചിലപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മേക്ക് ദം വീക്ക്. അവർ സ്ട്രോങ് ആയിട്ടുള്ള വേറെ പല പോയിന്റ്സ് ഉണ്ടാവും. അപ്പോഴാണല്ലോ ഈ കളക്റ്റീവ് പരിപാടി വർക്കാവുന്നത്. സോ ഐ ഹാവ് എൻജോയ്ഡ് like thoroughly enjoyed working on this film. It's a very personal experience for me and I think ഈ ഒരു ചോദ്യം തന്നെയാണ് എന്നെ ഈ സിനിമയിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. ഞങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരു ബന്ധത്തെക്കുറിച്ച് ചോദിക്കണം എന്ന് ചോദിച്ചപ്പോൾ ആനന്ദേണ്ണനും സൂര്യചേട്ടനും തമ്മിൽ ഏകദേശം 20 വർഷത്തിൽ കൂടുതൽ ഒരു പരിചയമുണ്ട്, ഒരു സൗഹൃദമുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പം നിങ്ങളെല്ലാവരും എങ്ങനെയാണ് നിങ്ങളുടെ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരെയും 20 വർഷം, അപ്പോൾ സൂര്യചേട്ടനും സംഗീതയും തമ്മിലുള്ളത്, അല്ലെങ്കിൽ സൂര്യചേട്ടനും ആനന്ദേട്ടനും ചിന്നുവും തമ്മിലുള്ളത്, ഭരത്തും പുണ്ണിയും തമ്മിലുള്ളത്, അങ്ങനെ നമുക്ക് എല്ലാവരും ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ കമ്പനി അടിച്ചു തുടങ്ങിയത് ആണ് നമ്മൾ സിമ്പിൾ ചോദ്യം. എന്നെ ഇവർ രണ്ടുപേരും കൂടെ ആദ്യം വിളിച്ചത് ആക്ച്വലി ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ഹൗ ഐ മെറ്റ് ദം. എനിക്ക് കഥ പറഞ്ഞു തന്നു. ഐ യൂഷ്വലി ലിസൺ ടു കഥ അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടാണ് പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആനന്ദ് നറേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. എവ്രിബഡി ഷുഡ് എക്സ്പീരിയൻസ് ഇറ്റ് വൺസ് ഇൻ ലൈഫ്. ആനന്ദ് കഥ പറയുന്നത് ഒരു കഥയാണ്. അതൊരു ഭയങ്കര ഇമോഷൻസും ഭയങ്കരമായിട്ട് ഇമോട്ട് ചെയ്തിട്ട് കഥ പറയുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ ഒരു ഫിൽമോഗ്രഫി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു 8 ഫിലിംസ്, അദൃശ്യജാലകങ്ങൾ, ആട്ടം, പാരഡൈസ്, ഫാമിലി, ഇൻറ്റൻസ് ഡിസ്റ്റർബിങ് ഫിലിംസ് ആണ്. സോ ദ ഫസ്റ്റ് തിങ് വെൻ ഐ മെറ്റ് ഹിം, ആനന്ദ് പറഞ്ഞു ഈ സിനിമയിൽ 4 പാട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ഐ എം ഡൂയിങ് യെസ്. അതായത് ഇറ്റ് വാസ് എ വെരി ലൈറ്റ് ആൻഡ് ദർ ഇസ് ഐ എം എ വെരി സ്പിരിച്വൽ പേഴ്സൺ. ഐ ബിലീവ് ഇൻ എനർജീസ്. they have that energy. ലൈക്ക് നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ വെദർ യു വർക്ക് ഓൺ ദിസ് ഫിലിം ഓർ നോട്ട് യു വോണ്ട് ദീസ് പീപ്പിൾ അറൗണ്ട് യു എന്ന് തോന്നും ചിലരെ നമുക്ക് മീറ്റ് ചെയ്യുമ്പോൾ. ഐ ഫെൽറ്റ് ദാറ്റ് വിത്ത് ദം. ഐ സ്റ്റിൽ ഫീൽ ഇറ്റ്. അവർക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് നമുക്ക് ചോദിക്കാം. പക്ഷേ ഐ ഫീൽ ഇറ്റ്. ലൈക്ക് ഐ വോണ്ട് ടു ടേക്ക് ദം വിത്ത് മീ ഫോർ ഓൾ ദി ഇയേഴ്സ് ടു കം, പ്രൊഫഷണലിയും പേഴ്സണലിയും. അടിപൊളി. എന്തായാലും സൂര്യചേട്ടൻ കുറച്ചൊരു തലയായിട്ട് നിന്നു. എല്ലാം പറ. അല്ല ഇതൊക്കെ തന്നെയാണ്, എനർജി ആണല്ലോ എല്ലാം. അല്ല ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആനന്ദ് ഇതിനകത്ത് ഏറ്റവും കാലപ്പഴക്കം ചെന്ന ബന്ധം കൂട്ടുകാരൻ ഈ കൂട്ടത്തില് ഞാനും ആനന്ദുമായിട്ടാണ്. ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ട് ഞങ്ങൾ അടുത്തറിയാം. കാരണം ആനന്ദിൻ്റെ ഓരോ ഏരിയയിലുള്ള എന്താ പറയുക ഓരോ നാഴികകളിലും നമ്മുടെ ഒപ്പമായിരുന്നു എന്നുള്ളതാണ്. കാരണം ആനന്ദിൻ്റെ ഫസ്റ്റ് ഏറ്റവും ആനന്ദ് എന്ന് പറഞ്ഞാൽ പൊടിമീശ എന്ന് കൂട്ടി വായിക്കുന്ന ആ പാട്ട് എൻ്റെ പടത്തിലെയാണ്, പാവ എന്ന് പറഞ്ഞ പടത്തിലെയാണ്. ആനന്ദ് ആദ്യം തിരക്കഥ എഴുതുന്നത് കൃഷ്ണൻകുട്ടി പണി തുടങ്ങിയാണ്. ആനന്ദ് ആദ്യം അഭിനയിക്കുന്ന സിനിമ എൻ്റെയാണ്. ഇതൊക്കെ എനിക്ക് പറ്റിയെന്നുള്ളത് ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് അത്രയും കാര്യങ്ങൾ മലയാള സിനിമയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അത് അങ്ങനെ ആനന്ദമായിട്ട് അങ്ങനെ. പിന്നെ സംഗീതം ഇതുപോലെ ഞങ്ങൾ തേടി പിടിച്ചതാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമ ഗംഭീരമായിട്ട് മാർക്കറ്റ് ചെയ്യണമായിരുന്നു. അതിന് പറ്റുന്ന ഒരേ ഒരാൾ സംഗീത ജനേന്ദ്രനാണെന്നുള്ള. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരൊറ്റ വിളിയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിയുമ്പോഴത്തേക്കും അല്ല ചില കാര്യങ്ങൾക്ക് നമുക്ക് സെക്കൻഡ് ചോയ്സ് ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പം നമുക്ക് ഇതേപോലെ തന്നെ ആനന്ദിന് നമുക്ക് സെക്കൻഡ് ചോയ്സ് ഇല്ല. സംഗീതം അതുപോലെ തന്നെ പകരം വയ്ക്കാൻ അവിടെ ഒരാളില്ല.
അതുപോലെ തന്നെ ചിന്നു, അവിടെ പകരം വയ്ക്കാൻ വേറെ ഒരാളില്ല. ഭരതം പുണ്യം, ഇതാണ് ഒരു വേറൊരു സംഭവമാണ്. സുരാജേട്ടൻ ഏതൊരു പടത്തിൽ പറയല്ലേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേഷനാണ് ഞങ്ങളുടെ മെയിൻ. അതിന്റെ ദിവസം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേറ്റ് ചെയ്യൂടാ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങൾ, അത് ഈ സിനിമയെ സംബന്ധിച്ച് ഈ സൗഹൃദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സിനിമ കഥ ഈ ഓരോ ആളുകളോടും നറേറ്റ് ചെയ്ത് ഇന്ന് ഈ സിനിമ തിയേറ്ററിൽ ഓടുന്ന ആ ഇടം വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പുതിയ വിശേഷങ്ങളാണതൊക്കെ. അപ്പോൾ വിശേഷങ്ങൾ, അതേപോലെ വിശേഷം എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുമല്ലോ, അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ അത് സൂര്യചേട്ടൻ ഞാനും തമ്മിൽ കാണുന്നു പറയുന്നത് വളരെ അവിചാരിതമായിട്ട് ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തിന് ഞങ്ങൾ പറയും, ഞങ്ങൾ രണ്ടുപേരെയൊക്കെ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരല്ല, ഞങ്ങളുടെ ക്യാമറാമാൻ സാഗരേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ സാഗരേട്ടനും സൂരജേട്ടനും ഞാനും കൂടിയിട്ട് ഞങ്ങൾക്ക് യാതൊരു ഇത് ബന്ധമില്ലാത്ത വേറൊരു ആള്, നമ്മളെ എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഇവരുടെ വേറൊരു സുഹൃത്ത് എന്ന് പറഞ്ഞ കണക്ഷൻ പോയിന്റ് ത്രൂ പരിചയപ്പെടുന്ന പുള്ളി ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നെ വേറെ എവിടെയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആണ്. ഒരു ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു മ്യൂസിക് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ പരിചയപ്പെടൽ കഴിഞ്ഞിട്ട് ഇപ്പം ഇത്ര വർഷമായി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നീങ്ങിയിട്ട് ഞാൻ ജീവിതകാലത്ത് വിചാരിച്ചിട്ടില്ല ഇദ്ദേഹം മലയാള സിനിമയിലെ നടനാക്കുന്നു. അപ്പോൾ ലൈഫ് ടേക്സ് യു ദർ. അതൊക്കെ ഈ സൗഹൃദങ്ങളാണ്. അപ്പോൾ അത് അമൂല്യമാണ്. ഇങ്ങനെ കിട്ടുക എന്നുള്ളത് ഭാഗ്യമാണ്. പിന്നെ ഇപ്പോൾ ഇവരൊക്കെ എന്താ വെച്ചാൽ ഏത് പാതിരാത്രിക്ക് വേണമെങ്കിൽ എനിക്ക് വിളിക്കാം. ടാക്സി സർവീസ് തുടങ്ങിയ രാവിലെ ആകുമ്പോൾ ആനന്ദ് കാക്കനാട് വണ്ടി എടുത്ത് ഒരുങ്ങിയോ റെഡിയാണോ താഴേക്ക് വന്നോളൂ, ആദ്യം ചിന്നുവിനെ പിക്ക് ചെയ്യും, പിന്നെ എന്നെ പിക്ക് ചെയ്യും, അങ്ങനെ പിക്ക് ചെയ്ത് ഞങ്ങളൊരു കൂട്ടുകുടുംബ വ്യവസ്ഥ. ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ എക്സ്പീരിയൻസ്, ഇറ്റ് ട്രൂലി ഈസ്. കാരണം അതിനോട് സ്നേഹമുള്ളതുകൊണ്ടാണ് നമുക്ക് അത് സംഭവിക്കുന്നത്. ബിക്കോസ് അതർവൈസ് യു ആർ വെരി ഡിറ്റാച്ച്ഡ് അല്ലേ. യു മീറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. നിങ്ങളിപ്പോൾ ഒരുപാട് പേരെ കാണുന്നുണ്ടാവും. ബിക്കോസ് ഐ മീറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ എവറി ഡേ. പക്ഷെ നോട്ട് വിത്ത് എവറിബഡി യു ഫീൽ കണക്ട്. നമുക്ക് അങ്ങനെ തോന്നില്ല. ഇമോഷണലി നമുക്ക് അങ്ങനെ കണക്ട് ആവുന്നത്. ഐ ഫീൽ ഇറ്റ്സ് ദ പീപ്പിൾ ദേ ഹാവ് ദെയർ ഹാർട്ട്സ് ഇൻ ദ റൈറ്റ് പ്ലേസ്. ദ മൂവി ഹാസ് ഇറ്റ്സ് ഹാർട്ട് ഇൻ ദ റൈറ്റ് പ്ലേസ്. അതാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അതാണ് അടിസ്ഥാനപരമായി സ്നേഹം ആണ് കാണുന്നത്. നമ്മളൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഫീൽ വരുന്നുണ്ടോ? കണക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, നിങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്കും ശരിക്കും ആ ഒരു വൈബ് മാച്ച് ചെയ്തു. ഭയങ്കര ഒരു കണക്ഷൻ തന്നെയാണ്. ഞങ്ങൾ പുറത്തുനിന്ന് മറ്റേ ഓറയൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ. ഓറയായിട്ടാ വരുന്നതെന്നല്ല, വന്നിട്ട് ഓരോ ആവശ്യമില്ലാത്ത പുറത്ത് വെച്ചിട്ട് പുറത്ത് അല്ല. ഞാൻ ചോദിക്കട്ടെ, ചിന്നുവിനെ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പോ ഇതുപോലെ തന്നെ നമ്മളങ്ങനെ തേടിയ, അതെ, ബോംബെയിലിരിക്കുന്ന എനർജി ആയിരുന്നു, ഇപ്പൊ കൊച്ചിയിലെത്തി. അതെ, ഞങ്ങളുടെ എനർജി കാരണം നാട്, അതായത് അവിടെ ഉണ്ടായിരുന്ന ആളാ ഇവിടേക്ക് എത്തി, കൊച്ചിയിൽ താമസമാക്കി. ഫ്ലാറ്റൊക്കെ എടുത്ത് 2 BHK ഒക്കെ എടുത്ത് എനിക്ക് നമ്മുടെ പടത്തിലുള്ള ആനന്ദേട്ടനായിരുന്നു, ഗോപികയൊക്കെ. ഞാൻ മിക്കവാറും ഇപ്പൊ തന്നെ എന്നെ ഇപ്പോഴും ആളുകൾ വിളിക്കുന്നത് ഇത് നമ്മുടെ ബ്രോക്കർ പരിപാടിയില്ലേ, നമ്മുടെ സ്ഥലം കണ്ടുപിടിക്കുന്നത്, അതന്നെ ആ പരിപാടിക്കൊക്കെ വിളിക്കാൻ തുടങ്ങി. എനിക്ക് മെയിലൊക്കെ വരുന്നുണ്ട്. കാരണം ചിന്നൂന് വീട് അന്വേഷിച്ച് തുടങ്ങിയത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സൂര്യചേട്ടൻ നമുക്ക് പുതിയൊരു ഓഫീസ് വേണം, എവിടെയുള്ളത്. ഈ ലെവലാണ് ഇപ്പൊ എന്റെ ജീവിതം. ചിന്നു അവിടുന്ന് പോകുന്നത് ശരിക്കും നാട്ടിൽ പോകാൻ പറ്റാത്തോണ്ടല്ല കേട്ടോ. ഓരോരോ അപവാദങ്ങൾ. എന്റെ പബ്ലിക് പെർസെപ്ഷൻ ഞാൻ ഒരു നടിയാണ്. അല്ല, പക്ഷെ ആക്ച്വലി ഇപ്പൊ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഗ്യാസ് കുറ്റി നോക്കല്, വീട് അന്വേഷിക്കല്, അങ്ങനെ ഞങ്ങള് ടോട്ടലി വേറെ വൈബിലാണ് ഓടിക്കൊണ്ട്. വി ഹെൽപ്പ് വൈബാണ് ഇപ്പൊ. അയ്യോ എന്റെ അമ്മേ. എല്ലാവരും ഏകദേശം ഈ ഞങ്ങളുടെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, ഗോപികയും ഞാനും ചിന്നുവും കൂടി കാണുന്നത് വീട്ടിലെ വ്യവസ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇന്ന് എന്താണ് പ്രശ്നം, അതായത് ചിന്നുവിന്റെ വീട്ടിലെ ഗ്യാസ് തീർന്നോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊന്നും പോയതൊന്നും പറയാൻ പറ്റൂല. എനിക്ക് സത്യങ്ങൾ പലതും വെളിപ്പെടുത്തല്ലേ ദേവി. നിങ്ങൾ നമ്മള് സീരിയസ് പ്രശ്നം നടക്കുകയാണ്, സെൻസർ നടക്കുകയാണ്, അതിന്റെ പറഞ്ഞു സഖ്യം
അപ്പൊ ആനന്ദും ചിന്നും ഇല്ല പോയി. അപ്പൊ എപ്പോഴാണ് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി? അപ്പൊ ആനന്ദ് പറയാം, അല്ല ഇവിടെ കറണ്ട് കമ്പി വീണിട്ട് എന്തോ പ്രശ്നമുണ്ട്, അപ്പൊ അത് നമ്മളാക്കാതെ അടിച്ചൊരു വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ വരാം. ഓക്കെ, എങ്കിൽ പിന്നെ ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയും കൂടെ പറയാം. ഭയങ്കര അവിടെ ഒരു കോൺകോൾ നടക്കുക. ഞാൻ അവിടെ ഈ കറണ്ട് കമ്പി വീണതിൻ്റെ സംഭവമൊക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ യാദൃശികമായിട്ട് കറണ്ട് കമ്പി വീണ് നടക്കുന്നു. അതിപ്പോൾ ആരും തെറ്റല്ലല്ലോ, സ്വാഭാവികം. അപ്പോൾ നോക്കുമ്പം അപ്പം ഞാൻ അവിടെ നിന്ന് ഇതൊക്കെ കരിയിലെയോ അതും ഇതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കോൾ. ആരാ? സംഗീത ചേച്ചി, സൂരജേട്ടൻ, ആനന്ദേട്ടൻ, 3 പേരും കൂടെ കോൾ. അല്ല അത് നെറ്റ്ഫ്ലിക്സ്, അല്ല അത് നമ്മുടെ റിലീസ് സെൻറ്റർ ഇത് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ശബ്ദം നോക്കുമ്പോൾ ആനന്ദേട്ടൻ കോളില്ല. ഹലോ നെറ്റ്ഫ്ലിക്സ്, 5 കോടി 10 കോടി. ഞാൻ തിരിച്ചിട്ട് മറ്റന്നാണ് പടം. OTT-യുടെ പിച്ചിങ് ചർച്ച നടക്കുകയാണ്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര മറ്റേ നിങ്ങളിപ്പോ പ്രവർത്തിക്കുന്ന യന്ത്രം ഓഫ് ചെയ്യൂ. അതിൻ്റെ കൂടെ എൻ്റെ വീട്ടിലെ ബൾബൊക്കെ മാറ്റണം. ആനന്ദേട്ടന് അവിടെ ഒരു ഏണിയുണ്ട്, പക്ഷെ അതിന് ഹൈറ്റ് ഇല്ല. ബെഞ്ചൊക്കെ പിടിച്ചിട്ട് എന്നിട്ട് കയറുക, ബൾബ് മാറ്റി തന്നു. എന്നിട്ട് താഴേക്ക് ഇറങ്ങണമല്ലോ, അപ്പോൾ ഒരു ആട്ടം. അതെ, സിനിമ റിലീസാവില്ല, നായികയുടെ വീട്ടിലെ ബൾബ് ഒരു മാറ്റുന്നതിൻ്റെ ഇടയിൽ നായകൻ വീട് മരിച്ചു എന്ന് പറയുന്നത്. അതായത് ഇനിയിപ്പോ എനിക്ക് ഈ വിളിയും കൂടിയേ വരാനുള്ളൂ. വീട് അന്വേഷിച്ചു, ഗ്യാസ് ചുമക്കുന്നത്, മുറ്റം തൂക്കാനും കൂടി നാട്ടുകാർ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായി. ഇതോടുകൂടി തീരുമാനം ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പൊ ഞാനിപ്പോ ഒരു വേറെ മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അയൽപ്പക്കത്തെ പയ്യെന്ന് പറഞ്ഞത്. കറക്റ്റ് ആണെന്നല്ലേ? ബ്രില്യൻസ്, ഡയറക്ടർ ബ്രില്യൻസ്. അല്ല എന്നതേ, ഇപ്പോ ഇലക്ട്രീഷ്യൻ, വി ഹെൽപ്പ്, ഇനിയിപ്പോ മറ്റേ പറഞ്ഞ ആപ്പാക്കായിരുന്നു, ബ്രോക്കർ, മ്യൂസിക് ചെയ്യും, പിന്നെ പാട്ട് എഴുതും, പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ട് പാടും, പ്രോഗ്രാമിംഗ് ചെയ്യും. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഒരാള് എങ്ങനെയാണ് ഒരു നടൻ കൂടി ആകാന്ന് എപ്പോഴാണ് ചിന്തിക്കുന്നത്? ഞാൻ ചിന്തിച്ചു. ഇതിന്റെ ഇടയ്ക്ക് എപ്പോ സമയം കിട്ടി? അയ്യോ, ആ ഡയലോഗ് മിസ്സായി പോയി, ഒന്നുകൂടെ പറയൂ പ്ലീസ്. അല്ലല്ല, ഞാൻ സന്തോഷ് പണ്ഡിറ്റിനെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഭയങ്കര ബ്രില്യൻറ്റ്. ലൈക്ക് പീപ്പിൾ മേക്ക് ഫൺ ഓഫ് പീപ്പിൾ ലൈക്ക് ദാറ്റ്, ബട്ട് ഐ തിങ്ക് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് കറേജ് to put yourself out there and do things like what he's doing. അത്രയും കറേജ് എനിക്ക് ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. അതായത് രംഗണ്ണൻ സൂപ്പറാണ്, ഇത്ര സെറ്റപ്പ് ആണ്, രംഗണ്ണൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ എന്നെ നടനാക്കുന്നത് ഞാനല്ലല്ലോ, മറ്റേ രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ച കാര്യമാണ്. സൂരജേട്ടനാണ് എന്നോട് നടനാവാൻ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ബോധമില്ലേ ഞാൻ മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുന്നത് സഹിക്കുന്നില്ല എന്നുള്ളതാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ ഒരു കാര്യമുള്ളത്, എനിക്ക് അറിയില്ല, ഞാനൊരു മറ്റൊരു സെറ്റിൽ പുതിയൊരു കഥയായിട്ട് പോയി അഭിനയിക്കുക എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും അത്. കാരണം ഇത് എൻ്റെ വീടാണ്. ഇവിടെ എന്താ പറയുക, എനിക്കൊരു സ്വാതന്ത്ര്യം വേറെ രീതിയിലുണ്ട്, ഈ സൗഹൃദമുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ്. പിന്നെ സൂര്യചേട്ടൻ ഈ പറഞ്ഞ പോലെ ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ ഓർക്കുന്നത് എനിക്ക് മനസ്സിലാത്തത്. തിരക്കഥ എനിക്ക് പരീക്ഷിക്കാൻ ഏറ്റവും പറ്റിയൊരു ടൂളാണ്, സ്പെസിമെനാണ് ആനന്ദ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പരീക്ഷണം എന്ന് വാക്ക് കേട്ട അപ്പൊ തന്നെ ആനന്ദ് അല്ലേ? പിന്നെ ആ സെറ്റിൽ വന്ന എല്ലാരെ കൊണ്ടും അഭിനയിപ്പിച്ചു. അതായത് ഞാനൊരു മീറ്റിങ്ങിന് പോയിട്ട് ഒരു പാട്ടിന്റെ ഷൂട്ടിന് നടക്കുന്നതിന്റെ ഇടയ്ക്ക് സൂര്യ എന്നാ പിന്നെ നമുക്കൊരു സാധനം ചെയ്താലോ, ഞാനപ്പോ ഫുൾ മറ്റേ ലാപ്ടോപ്പ് ഒക്കെ തുറന്നിരിക്കാൻ അല്ല നമുക്കൊരു ഷോട്ട് എടുക്കാം, ആ മൂടാണ്. മാർക്കറ്റിംഗ് ഡിസ്കഷൻ വന്ന സംഗീത ജനേന്ദ്രനെ വിളിച്ച് വെറുതെ ഞാൻ പറഞ്ഞു ഒരു ഔട്ട്ഫിറ്റ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ എല്ലാവരും മൾട്ടി ടാലന്റഡ് ആണ്. എന്താണ്, മുറ്റം തൂക്കി ബിസിനസ് കോൾ അറ്റൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാപ്ടോപ്പ് വെക്കുന്നതിനിടയ്ക്ക് ഒരു ഷോട്ടിൽ പോയി അഭിനയിച്ചിട്ട് വരാം, അത്രേ ഉള്ളൂ. സംഗീതം ഇപ്പൊ അറിയാണ്ട് ചിന്തിച്ചു, ഇതിപ്പോ ഏത് OTT പ്ലാറ്റ്ഫോമിലാണ് പിച്ച് ചെയ്യേണ്ടത്, എത്ര രൂപ സംഗീതയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു. സംഗീതയ്ക്ക് ഉള്ളിൽ ഇത്രമാത്രം കഴിവുകളുണ്ട്. അല്ല, ഇതിപ്പോ എന്നാ വെച്ചാൽ സംഗീത അഭിനയിച്ചപ്പോൾ വെച്ചാൽ ഇവിടെ ഒരുപാട് പ്രശസ്തരായ ആൾക്കാർ പറഞ്ഞിട്ട് സംഗീതം അഭിനയിച്ചിട്ടില്ല അല്ലേ? ആക്ച്വലി അത് നമ്മൾ ഈ സിനിമ ഒളിച്ചിരുന്ന് പെയിന്റ് അടിക്കാൻ പറ്റില്ലല്ലോ, മണിച്ചിറത്താഴി പറഞ്ഞ പോലെ. ഇപ്പൊ ഞാൻ ആദ്യം സൂരജ് ഇസ് വെരി ഗുഡ് അറ്റ് കൺവിൻസിങ്, ഇപ്പൊ ഞങ്ങൾ ചിലപ്പോൾ ഫോണിൽ ഇന്ന് രാവിലെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു അടി ഉണ്ടായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ അടിപൊളി അടി. ഞാൻ ആനന്ദിനോട് ഐ ക്വിറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പക്ഷെ സൂരജിനെ കണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയാൻ തോന്നുന്നില്ല. ഹായ് സംഗീത. അതായത് എന്നെ ഞാനിങ്ങനെ ഇനിയിപ്പോൾ സൂരജിനോട് ഞാൻ എന്ത് പറയുന്നു വിചാരിച്ച് കാറിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ സൂരജ് ഗുഡ് മോർണിംഗ്, ഞാൻ മുതലാളി. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ബിക്കോസ് വാട്ട് എവർ ഇറ്റ് ഈസ് ഇറ്റ്സ് ഔട്ട് ദെയർ. അത് ഞാനും ചിന്നും ആനന്ദും കൂടെയുള്ള വേറൊരു സബ് ഗ്രൂപ്പും ഉണ്ട്. ഇനിയിപ്പോൾ അതായിട്ട് പറയാതിരിക്കണ്ടല്ലോ. ഞങ്ങളുടെ ഒരു ഷാർജ ഷേഖ് യൂണിയൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതായത് ഭയങ്കര സങ്കടം വരുമ്പോൾ അപ്പോൾ പൊതു ഘടകം
ഞാനും സൂരജും ആനന്ദുള്ളൊരു ഗ്രൂപ്പുണ്ട്, ഞാനും അപ്പം തമ്പുരാനും സുഭദ്രയുള്ള ട്രസ്റ്റ്. സോ എവറിഥിങ് ഈസ് ലൈക്ക് ദാറ്റ്. സോ എവറിഥിങ് ഈസ് എ മെമ്മറി, എവറിഥിങ് ഈസ് എൻ എക്സ്പീരിയൻസ്. സോ ഐ തിങ്ക് ദിസ് ഹാസ് ഡെഫിനറ്റ്ലി മെയ്ഡ് മീ ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ ആസ് എ പേഴ്സൺ എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഇറ്റ് ഹാസ് അഗൈൻ മെയ്ഡ് മീ ഫീൽ തിങ്സ് ലൈക്ക് ഭയങ്കര ആ വൾണറബിലിറ്റി കാണിക്കാനുള്ള ആ ഒരു മടി പോയി. ലൈക്ക് അഗൈൻ ഐ ഫീൽ സേഫ് അറൗണ്ട് ദെം. സോ ഐ എം നോട്ട് സ്കെയർഡ് ടു ബി വൾണറബിൾ അറൗണ്ട് ദെം. ഇപ്പൊ സൂരജന്റെ അടുത്ത് ഒറ്റക്കാരം ചോദിക്കാനുള്ള തോൽപ്പിച്ച് കളഞ്ഞല്ലോ മുത്തേ അല്ലേ? ശരിക്കും ഇവർ ഈ ഒരു വൈബ് കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ ഒരു ഔട്ട് തന്നെയാണ് മൂവി കണ്ട എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതും. ശരിക്കും നമ്മൾ വന്നപ്പോൾ തൊട്ട് അത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ നിന്ന് അധികം സാധനങ്ങളൊന്നും വരുന്നില്ല നമ്മുടെ. അല്ല, ഇവരിപ്പോ പറയാൻ പോണത് എൻ്റെ ഏരിയ ഇതല്ല പാട്ടാണ് എന്നുള്ളതല്ലേ? അങ്ങനെയാണ് നമുക്കൊരു പാട്ട് കേട്ടാലോ? ഓക്കേ. ഉലാലാലലേ ഉലാലേ ഉലാലാലലേ ഉലാലേ ഉലാലാലലേ ഉലാലേ ഉലാലാലലേ ഉലാലേ നീയും ഞാനും ഒന്നാണേ കാലം തന്ന നിധിയാണേ ഞാൻ കാത്തിരുന്ന കണി നീ എൻ കണ്ണിൽ നിറയും കണി നീ ഞാൻ കവിത എഴുതും മൊഴി നീ പൂങ്കൊഴി നീ സുഹൃതം നീ സുഖവും നീ സകലം നീ അഖിലം ഉലാലാലലേ ഉലാലേ ഉലാലാലലേ ഉലാലേ ഉലാലാലലേ ഉലാലേ ഉലാലാലലേ ഉലാലേ. താങ്ക് യു. ആഹാ, അടിപൊളി. ഇതിപ്പോ ആരെ നോക്കിയിട്ട് അടിപൊളിയാണ് പറയണമെന്ന് അറിയില്ല, അത്രമേൽ അല്ലെ? എല്ലാവരും അടിപൊളിയാണ്. ഒരാൾ ഇവിടെ നിന്ന് ലിപ് മൂവ്മെന്റ് മാത്രം ഞാൻ കൊടുക്കത്തുള്ളൂ പറഞ്ഞിട്ടും ഇടയ്ക്കിരുന്ന ആ ഒരു ഫ്ലോയിൽ ആവേശത്തിന് പാടിപ്പോയി. എന്നെ തന്നെ ഞാൻ നിയന്ത്രിക്കുവേടാന്നല്ലേ? ഇനിയിപ്പോൾ നമ്മൾ സിനിമയിലേക്ക് കുറച്ചും കൂടി ഒന്ന് വരുവാണെങ്കിൽ, ഇപ്പം സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കണ്ട ചിലരൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ചില ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ചില സീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പം വേറൊരാൾക്ക് ചിലപ്പോൾ ഇവരെന്തി കാണിക്കുന്നു, ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ചില സമയത്ത് ഇത് കാണുമ്പം ചിലവർക്ക് ഇങ്ങനെ ഒരു ഫീൽ അടിച്ചു എന്നിട്ട് ചിലരിങ്ങനെ പറഞ്ഞു. അപ്പം ലൈക്ക് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെയൊക്കെ ഒരു സ്റ്റേറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്രിഞ്ച് എന്നുള്ളൊരു ടേം റീസെൻ്റ്ലി നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാലും വരുന്ന റീൽസിനകത്തെല്ലാം ക്രിഞ്ച് ലവ് സ്റ്റോറീസ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിപ്പിക്കുന്ന കുറേ റീൽസ് കാണാറുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ച് ഈ ക്രിഞ്ച് എന്ന ടേമിൽ വിശ്വസിക്കുന്നുണ്ട്? ഇപ്പോൾ ചിന്ന ചേച്ചി പറയുവാണെങ്കിൽ എന്നായിരിക്കും വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു ടേം? ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ക്രിഞ്ച് അല്ലെങ്കിൽ ഒരു ലവേഴ്സ് കാണിക്കുന്ന ക്രിഞ്ച്, ലൈക്ക് ആ ഒരു ടേമിൽ വിശ്വസിക്കുന്നുണ്ടോ? ക്രിഞ്ച് എന്ന് പറയുന്ന ടേം ഐ മീൻ ക്രിഞ്ച് ഉണ്ടല്ലോ, അത് അപ്പം അത് പെർസ്പെക്റ്റീവ് ആണല്ലോ. ചിലപ്പം ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്ന ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പറയും ഇത് ക്രിഞ്ചല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ അത് ശരിക്കും അത് നടക്കുന്ന ആൾക്കാർക്ക് ഇടയിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് പുറത്തുനിന്ന് കാണുന്ന ആൾക്കാണ് ക്രിഞ്ച് എന്ന് ആനന്ദേട്ടൻ പറയും. അപ്പോൾ ഞാൻ ആനന്ദേട്ടനോട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ചില റിലേഷൻഷിപ്പിലെ ചിലവരിങ്ങനെ കാണിക്കാൻ ഇവർ എന്ത് ക്രിഞ്ചാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇനി റിലേഷൻഷിപ്പിലായപ്പോൾ ബ്യൂട്ടിഫുൾ അനുഭവിക്കാൻ സുഖമുണ്ടെന്നൊക്കെ. പക്ഷെ എനിക്ക് ഐ മീൻ ഒബ്വിയസ്ലി ലവ് എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് എ വെരി മഷി തിങ്. അപ്പോൾ അത് അനുഭവിക്കുന്നവർക്ക് അത്ര മഷിയായിട്ട് ഭയങ്കര രസമുള്ള മധുരമുള്ള ഒരു കാര്യവും പുറത്തുനിന്ന് കാണുന്നവർക്ക് ഈ ഇവരെന്തി കാണിക്കുന്നതെന്ന് തോന്നാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. പക്ഷേ വിശേഷത്തിനകത്ത് അങ്ങനെ ക്രിഞ്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഈ പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ ഷിജുവും ഷജിതയും അതിനകത്തുള്ള ബാക്കി കപ്പിൾസ് ആണെങ്കിലും അതിനകത്തുള്ള അച്ഛൻ മകൾ അല്ലെങ്കിൽ ഫാമിലി ബോണ്ട്സ് എല്ലാം ഇങ്ങനെയൊക്കെ ആവാമല്ലേ എന്ന് നമ്മൾ ചിലപ്പം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിനകത്ത് ക്രിഞ്ച് എന്ന് പറയുന്ന സാധനം ഞാനിതുവരെ കേട്ടിട്ടില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുമില്ല. സാധാരണ കുറേ സാധനങ്ങൾ ക്രിഞ്ച് അടിക്കുന്ന ആളാണ് അവിടെ ആ ഒരു സാധനം വേണം നമുക്ക് ആ ഒരു ഫീലേ വരത്തുള്ളൂ. അങ്ങനെ തോന്നുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എനിക്ക് സാധാരണ ചുമ്മാ നടന്നു പോയാലും ക്രിഞ്ച് അടിക്കാറുണ്ട്.
അല്ല, ഈ പറഞ്ഞതൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെയും കൂടി ഉത്തരം പിന്നെ സിന്നു പറഞ്ഞല്ലോ. ഞാൻ എന്താണ് അത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ഇടയ്ക്ക് നമ്മൾ ഈ സിനിമയല്ല, പല സിനിമകളും അല്ലെങ്കിൽ പല കഥകളും ഒക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ ഈ പുതിയ ഒരു കാലഘട്ടത്തിൻ്റെ വാക്കായി മാറുകയാണ് ക്രിഞ്ച്. അപ്പോൾ ആ ക്രിഞ്ച് എന്ന് പറയുന്ന കാര്യം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് പ്രണയം പൈങ്കിളിയാന്ന് പറയും. ഇപ്പോൾ ഈ വാക്കിന് പകരം പണ്ട് ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് പൈങ്കിളി. വാക്ക് മാറിയെന്നേ ഉള്ളൂ, സംഭവമൊക്കെ ഒന്ന് തന്നെ. അപ്പോൾ പ്രണയിക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇല്ല, അവർ അതായത് ആനന്ദ് പറഞ്ഞ സെയിം സാധനം. ലൈക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഐ വാച്ച്ഡ് റീൽ, ONV സാറിൻ്റെ പഴയ ഒരു റീല് വീണ്ടും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ സാർ പറയുന്നുണ്ട് ഒരാളാൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ കാര്യം എന്ന് സാർ പറയുന്നുണ്ട്. ഈസ് റിട്ടൺ സം ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്സ് ഓൺ ലവ്. ഇപ്പോൾ ഐ തിങ്ക് അനൂപ് മേനോനാണെന്ന് തോന്നുന്നു ഒരു സിനിമയിൽ പറഞ്ഞത് പ്രണയം എല്ലാ കാലത്തും പൈങ്കിളിയാണ് എന്നുള്ളത്. ലവ് ഇസ് ദാറ്റ്, ടു എക്സ്പീരിയൻസ് ലവ്. അത് പല ടൈപ്പ് ഓഫ് ലവ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ടല്ലോ. സ്നേഹത്തിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്, നോട്ട് ജസ്റ്റ് ബിറ്റ്വീൻ ദ സെൻട്രൽ ക്യാരക്ടേഴ്സ്, പക്ഷെ അവർ ചുറ്റി നിൽക്കുന്ന ആളുകൾ. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബോണ്ടായിരുന്നു ആനന്ദിൻ്റെ ക്യാരക്ടറും ബ്രദറും തമ്മിലുള്ളൊരു ബോണ്ടുണ്ട്, അതുണ്ട്. പറയാറില്ല. അതായത് അതുപോലെ ചിന്നൂടെ അച്ഛനും ചിന്നും തമ്മിലുള്ളൊരു ബോണ്ട്, ചിന്നൂടെ പേരൻസ് അവർ തമ്മിലുള്ളൊരു ബോണ്ട്, ഇതൊരു ഡിഫറെൻറ്റ് മെച്ചോറായിട്ടുള്ള സ്നേഹം പല രീതിയിലും ഉള്ളത് നമ്മൾ കാണുന്നുണ്ട്. സോ ഐ ഫീൽ ആസ് എ റൈറ്റർ ആനന്ദ് ഹാസ് ബ്രില്യൻ്റ്ലി മാനേജ് ടു ആ സട്ടിലായിട്ടുള്ള സാധനം ഭയങ്കരമായിട്ട് നമുക്കൊരു ഒരു സ്മൈൽ ഉണ്ടാവും ആഫ്റ്റർ യു വാച്ച് ദിസ് ഫിലിം. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്. അതുപോലെ തന്നെ ആനന്ദേട്ടൻ മൂവിയിൽ ഇങ്ങനെ ചിന്നു ചേച്ചിയെടുത്ത് പറയുന്നുണ്ട് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ ആരാണെന്ന് അറിയാമോ. അത് ശരിക്കും അത് നമുക്ക് കേൾക്കുമ്പോഴേ ഭയങ്കര, ഞാനും ജോയും കൂടെ അത് പറയായിരുന്നു, ശരിക്കും അങ്ങനെ പറയാനും ഒക്കെ ഒരു ഭാഗ്യമൊക്കെ വേണമെന്ന്. ഞങ്ങളോടൊന്നും അങ്ങനെ ആരും പറയാൻ പോണില്ല, അത് വേറെ കാര്യം. അപ്പം ചോദിക്കാൻ വന്നത് ആനന്ദേട്ടൻ്റെ ലൈഫിലെ മോട്ടിവേഷൻ ആരാണ് ശരിക്കും, റിയൽ മോട്ടിവേഷൻ? റിയൽ മോട്ടിവേഷൻ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനും അമ്മയായിരിക്കും. കാരണം എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ്, അതൊരു ഉത്തരവാദിത്തം കൂടിയാണെന്ന് പറഞ്ഞ് എന്നെ എൻ്റെ ഇഷ്ടത്തിന് വിട്ട ആൾക്കാരാണ്. അപ്പോൾ ആ ഇഷ്ടത്തിന് ഒരുപാട് വിലയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരാണ് അങ്ങനെ ഉള്ളൊരാൾ എന്ന് പറയാം. ഒരാളെന്നല്ല, ഒരു യൂണിറ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ. അടിപൊളി. ഇനിയിപ്പോൾ നമ്മൾ സിനിമയിലേക്ക് തിരിച്ച് വരുന്നതിന് മുമ്പ് 1-2 ഇൻസ്റ്റൻസസ് പറയാം. അപ്പം നിങ്ങളുടെ 3 പേരുടെ ലൈഫിൽ അതുപോലെ എന്തെങ്കിലും തമാശകൾ ഉണ്ടോയെന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ലൈഫേ ഒരു തമാശയും മാറിക്കൊണ്ടിരിക്കുക. പറഞ്ഞു എൻ്റെ അമ്മേ, തീർച്ചയായിട്ടും ഇതിന് ഇവർക്ക് ഉത്തരം കാണും, അല്ലെങ്കിൽ ഇവർ ഈ ഒരു മൊമെന്റിൽ ഉത്തരം ഉണ്ടാക്കും, കാരണം വൈബ് അതാണ്. ഓക്കെ. അപ്പം എന്തായാലും ചേട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ അപ്പു സിനിമയിൽ ജനാർദ്ദനൻ ചേട്ടനും അതേപോലെ സൈനുദ്ദീൻ ഇക്കായും കൂടി പാട്ട് ട്യൂൺ ചെയ്യാൻ വരുന്നൊരു സീനുണ്ട്. ഞാൻ പന്തുവരാളിയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ KPSC ചേച്ചി വന്നിട്ട് നിന്നെ ഞാൻ പന്ത് കെട്ടുന്ന പോലെ ഞാൻ തട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മ്യൂസിക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ അല്ലെങ്കിൽ ഇപ്പോൾ സംഗീത സംവിധാനം എന്ന് പറയുമ്പോൾ ചേട്ടൻ ലൈഫിലുണ്ടായിരിക്കുന്ന ഏറ്റവും തമാശ നിറഞ്ഞ ഒരു ഓർമ്മ എന്തായിരിക്കും? തമാശയാണോന്ന് എനിക്കറിയില്ല, എൻ്റെ അവസ്ഥ അതായിരുന്നു. ഈ വെല്ലോൻ്റെ അവസ്ഥ നമുക്ക് തമാശ ചെയ്തോന്ന് പറഞ്ഞ വരെയാണല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലും ഒരു കാര്യം ഇത് തന്നെ, ഞാനിപ്പോൾ ഈ പൊടിമീശ മുളയ്ക്കണ കാലം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ പാടുന്ന പാട്ടൊക്കെ ഇവരെന്നെ അതിനൊന്നും വിളിച്ചതല്ല, എന്നെ വിളിച്ചത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനാ. പിന്നെ എൻ്റെ ഗതി പരഗതി ഇല്ലാത്ത കാലഘട്ടത്തിലായതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടേണ്ടേ എന്നുള്ള സമയത്ത് അത് ആ പാട്ടുണ്ടാവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുന്നു നമ്മളൊരു ട്യൂൺ ചെയ്ത് ഞാൻ സൂര്യചേട്ടനെ കേൾപ്പിച്ചു കഴിയുമ്പോൾ സൂര്യചേട്ടൻ അത് ഇഷ്ടമായി. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പാട്ട് അങ്ങനെ ചെയ്യാൻ ആനന്ദേന്ന് പറഞ്ഞു. സൂര്യചേട്ടൻ ഓക്കെ ആയി. ചെയ്തു തുടങ്ങാൻ നേരത്തുണ്ട് ഇതാൻ്റെ സന്തോഷേട്ടൻ വന്നിട്ട് ട്യൂൺ കേട്ടിട്ട് പറയുന്നത്, ആനന്ദേ ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മാപ്പിളപ്പാട്ട് പോലെ ഇരിക്കും, നമുക്കിത് വേണ്ട മാറ്റി വെച്ച്. അപ്പം ഞാൻ സൂര്യചേട്ടനോട് കരഞ്ഞു പറഞ്ഞോണ്ടിരിക്കുക ആ പാട്ട് തന്നെ മതി, ഇത് മതി പ്ലീസ്. അവസാനം ഒരു ചായ കുടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പോയി. തിരിച്ച് വന്ന് വീണ്ടും കയറുമ്പോൾ ഞാൻ കാല് പിടിച്ചോണ്ടിരിക്കുക സന്തോഷേട്ടൻ്റെ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാം, ഇല്ലെങ്കിൽ ഞാൻ നാട് വിട്ട് പോകേണ്ടി വരും, എനിക്ക് പണിയൊന്നുമില്ല വേറെ എന്ന് പറഞ്ഞ് അവസാനം കിട്ടിയ പാട്ടാണ് പൊടിമീശ. അതിൻ്റെ ഇടയ്ക്ക് സത്യം അതിന്റെ 2 വരി പൊടിമീശ ആക്ച്വലി 5 മിനിറ്റിൽ എഴുതി തീർത്ത് 5 മിനിറ്റ് എടുത്തുള്ളൂ. ആ 5 മിനിറ്റിന് വേണ്ടി ഞങ്ങൾ ഒരു ദിവസം ഇരുന്ന് കാല് പിടിക്കാൻ. അതല്ല, അതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞ പാട്ടിനെ നമ്മൾ ഒരു ദിവസം എടുത്തു. ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പാട്ടിനെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ അതവിടെ പോസ് ചെയ്ത് നിർത്തിയിട്ട് ചായകൾക്ക് എപ്പോഴും ഇത്തിരി തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു പവർ ഇതാണ്. അതെന്താണ് അങ്ങനെ? അത് വേറെ കഥ. അൽത്താസിലെ ഷവർമ. അപ്പൊ ഇത് മൊത്തത്തിലൊരു ഫുഡ് ക്ലബ്ബാണിത്. അല്ല, അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഇതൊന്നും മാറ്റി പിടിച്ച് നോക്കാമെന്ന്. പക്ഷെ പിന്നെ ഒരു ഫ്ലോ എന്ന് പറഞ്ഞൊരു സാധനത്തിൻ്റെ തടസ്സം അവിടെ ഉണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴത്തേക്കും
അത് കിട്ടി. 5 മിനിറ്റിൽ പാട്ട് തീർത്തു. ടക്കേതായിരുന്നു. പിന്നെ അതെ അതെ ആനന്ദേട്ട രണ്ടുപേരും എൻ്റെ ഓക്കെ. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്തു കൊതിച്ചാണ്. അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്. അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. താങ്ക് യു.